ഇന്ന് രാവിലെ നിർത്താതെ 2 മണിക്കൂറോളം തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായത്. മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലും ഇന്ന് പരക്കെ മഴയുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വരുന്നു. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. നാളെ കൂടി വ്യാപകമായി മഴ കിട്ടുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. എറണാകുളം, കണ്ണൂർ, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കാസർഗോഡ് ജില്ലകളിലാണ് അവധി. ഇതുകൂടാതെ ഇടുക്കി, തൃശൂർ ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും. അതേസമയം കോട്ടയത്തെ കിഴക്കൻ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇടവിട്ടുള്ള ശക്തമായ മഴയിൽ മീനച്ചിലാറിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. പാലാ വലിയ പാലത്തിലെ സ്കെയിൽ പ്രകാരം ഇന്നലെ 9 അടിയായി താഴ്ന്നിരുന്ന വെള്ളം രാത്രിയോടെ 12 അടിയായി ഉയർന്നു. എന്നാൽ റോഡ് ഗതാഗതത്തിന് തടസ്സമില്ല. അതേസമയം മീനച്ചിലാർ കരകവിഞ്ഞ് കുമരകം, തിരുവാർപ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉയർന്ന നിലയിൽ തുടരുകയാണ്. മൂവാറ്റുപുഴയാർ കടന്നുപോകുന്ന വൈക്കം, തലയോലപ്പറമ്പ് പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരാണ് കഴിയുന്നത്. മഴക്കെടുതിയിൽ റോഡുകൾ തകർന്ന ഈരാറ്റുപേട്ടയിലെ പ്രദേശങ്ങൾ പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ ഇന്ന് സന്ദർശിക്കും. അതേസമയം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നു. അടുത്ത വരും മണിക്കൂറിൽ സംസ്ഥാനത്തുടനീളം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിലും തീരദേശത്തും ഒരുപോലെ മഴ കനക്കുമെന്നാണ് പ്രവചനം. തുടർച്ചയായി പെയ്യുന്ന മഴ പലയിടങ്ങളിലും പ്രളയഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. മഴയുടെ തീവ്രത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചത്. ഇന്നത് ഓറഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതും ഉരുൾപൊട്ടൽ ഭീഷണിയുമാണ് മലയോര മേഖലകളിലെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലൊക്കെ തന്നെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിൽ മഴ പെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുത ബന്ധം തകരാറിലാകാനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തും കൊല്ലത്തും താൽക്കാലികമായി ഇന്നലെ വരെ മഴ മാറി നിന്നിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി മുതൽ മഴ വീണ്ടും ശക്തമായിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. നഗരപ്രദേശങ്ങളിലെ പ്രധാന റോഡുകളിലടക്കം വെള്ളം കയറിയത് ഗതാഗത തടസ്സത്തിന് കാരണമായിട്ടുണ്ട്. വീണ്ടും മഴ കനത്താൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കേരളത്തിൽ നിലവിലുള്ള ഈ അതിതീവ്ര മഴയ്ക്ക് പിന്നിൽ ശാന്ത സമുദ്രത്തിൽ രൂപം കൊണ്ട ഡോൾഫിൻ ചുഴലിക്കാറ്റിന്റെ വിദൂര സ്വാധീനമുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ ചുഴലിക്കാറ്റ് ശനിയാഴ്ചയോടെ ചൈനീസ് തീരത്ത് കരതൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയിൽ കരതൊട്ട് ചുഴലിക്കാറ്റ് ദുർബലമാകുന്നതോടുകൂടി കേരളത്തിലും മഴയുടെ ശക്തിയിൽ കുറവുണ്ടാകും. ഡോൾഫിൻ ചുഴലിക്കാറ്റിന് പുറമെ ഫിലിപ്പീൻസ് സമീപത്തായി ഗുജിറ എന്ന പേരിൽ മറ്റൊരു ചുഴലിക്കാറ്റും സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതിഭാസങ്ങളും അറബിക്കടലിൽ നിന്നുള്ള ഈർപ്പവുമുള്ള കാറ്റിന്റെ സാന്നിധ്യവുമാണ് സംസ്ഥാനത്ത് മഴ ശക്തമായി നിലനിർത്തുന്നത്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണം. പെട്ടെന്നുണ്ടാകുന്ന പ്രളയ സാഹചര്യങ്ങൾ നേരിടാൻ മുഴുവൻ ജില്ലാ ഭരണകൂടങ്ങൾക്കും സജ്ജരായിരിക്കാൻ സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള മുന്നൊരുക്കങ്ങൾ റവന്യൂ വകുപ്പ് പൂർത്തിയാക്കി. NDRF സംഘങ്ങളും സജ്ജമാണ്. മലയോര മേഖലകളിലൂടെ ഒഴുകുന്ന പുഴകളിലും അരുവികളിലും ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ പുഴകളിൽ ഇറങ്ങുന്നതിനോ മീൻ പിടിക്കുന്നതിനോ വിലക്കുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അഭ്യർത്ഥിച്ചു. മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തനാസജ്ജമാണെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങൾ താലൂക്ക് കൺട്രോൾ റൂമുകളിലോ പോലീസിലോ
ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴയും പ്രളയക്കെടുതിയും തുടരുന്ന പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പേരിൽ വ്യാജ വാർത്തകളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കി റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്ന റിപ്പോർട്ടർ ടിവിക്കെതിരെ ചാനലിലെ മാധ്യമപ്രവർത്തകർക്കെതിരെയും സൈബർ ഇടത്തിൽ കടുത്ത വിമർശനം. ചങ്ങനാശ്ശേരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ആളുകൾക്ക് ഭക്ഷണവും പായയും ലഭിക്കുന്നില്ലെന്ന് കാണിച്ച് റിപ്പോർട്ടർ ടിവി നൽകിയ വാർത്തയുടെ പേരിലാണ് വിമർശനം ശക്തമാകുന്നത്. ഇവിടെ എത്തിയ ചാനൽ ലേഖകന്റെ പെരുമാറ്റവും വിമർശനങ്ങൾ ഇടയാകുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ ഈ വാർത്ത ഏറ്റുപിടിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണെന്ന വിമർശനവും ശക്തമാണ്. ചങ്ങനാശ്ശേരി LP സ്കൂളിൽ വൈകുന്നേരം പെട്ടെന്ന് തുറന്ന ക്യാമ്പിൽ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനിടയിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെ വൻ ദുരന്തമായി ചിത്രീകരിക്കുകയായിരുന്നു ചാനൽ. സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനും ജനങ്ങളെ സഹായിക്കാനുമായി ക്യാമ്പിലെത്തിയ പ്രാദേശിക ജനപ്രതിനിധി വിനു ജോബ് MLAയോട് റിപ്പോർട്ടർ ചാനലിലെ ഫീൽഡ് റിപ്പോർട്ടർ കാണിച്ച ധാർഷ്ട്യവും ഗുണ്ടായിസവുമാണ് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായിരിക്കുന്നത്. ജനപ്രതിനിധിയുടെ തോളിൽ കൈയിടുകയും വിരൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്ത റിപ്പോർട്ടറുടെ പെരുമാറ്റം വലിയ വിരോധത്തിനിടയാക്കിയിട്ടുണ്ട്.